guys, welcome back to Car Garage. Car Garage is one thing. Then we are going to use CARJJ രണ്ടാമത്തെ garage ആണ് ട്ടോ. അപ്പോൾ CARJJ version 2 എന്ന് പറയുന്ന രണ്ടാമത്തെ garage ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പുത്തഞ്ചിറ സ്ഥലം മങ്കിടിയിൽ നിന്ന് മാള റൂട്ടിലാണ് ഈ ഒരു garage വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അനിയനും കൂടിയാണ് ഈ garage നടത്തുന്നത്. അപ്പോൾ അനിയന്റെ പേര് ജിസ്വിൻ. ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ വർക്കിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവനായിരിക്കും നോക്കാം. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ രണ്ടാമത്തെ garage ഇവിടെ തുടങ്ങിയതിന്റെ സന്തോഷം. നമ്മൾ ഈ ഒരു garage വരുന്നത് പുത്തഞ്ചിറയിലാണ്. പുത്തഞ്ചിറയിലെ മങ്കിടി മാള റൂട്ടിലാണ് നമ്മൾ ഈ ഒരു garage വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഗാരേജിൻ്റെ അകത്തേക്ക് പോയാൽ ഒരുപാട് നമ്മൾ എന്താ പറയുക ഏകദേശം ഒരു മാസത്തോളമായി നമ്മൾ ഈ ഒരു ഗാരേജിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫൈനലി നമ്മൾ ഈ ഒരു ഗാരേജ് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ആദ്യം നമ്മൾക്ക് ഇതിൻ്റെ അകത്തേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളെ ഓഫീസ് തന്നെയാണ്. നമ്മൾ ഈ ഓഫീസ് പറഞ്ഞത് ഈ ഒരു സൈഡിലാണ് നമ്മൾ ഈ ഒരു ഓഫീസ് പറഞ്ഞത്. നമുക്ക് ബാക്കിലേക്ക് അതുപോലെ സെൻറ്ററിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ ഏകദേശം ഒരു 100 സ്ക്വയർ ഫീറ്റിൽ ഒരു ഓഫീസ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ട് കസ്റ്റമേഴ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇരുന്നവർക്ക് വർക്കും കാര്യങ്ങളൊക്കെ കാണാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഒരു ഫാനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ ഒരു ഏരിയ കാറിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കട്ടിങ് ചെയ്തിട്ട് പോളിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പോളിഷിങ്ങിൻ്റെ പാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ വർക്ക് ടൈം കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ടീയോ കോഫിയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് കിച്ചണും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. രണ്ടാൾക്ക് കഴിക്കാനുള്ള രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഏരിയയായിട്ട് നമ്മൾ ഇതിനെ സെറ്റ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം നമ്മളുടെ ഒരു മെയിൻ സംഭവം എന്നായിട്ട് പറയുന്നത് നമ്മുടെ ഒരു ബൂത്താണ്. ഏകദേശം 300 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു പെയിൻറ്റിങ് ബൂത്താണ്. 18 ഇഞ്ചിൻ്റെ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇൻടേക്ക് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 18-40 ട്യൂബ് നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് വെളിച്ചം കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന ഒരു വലിയ ബൂത്ത് ഇത് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കുറച്ച് കഴിഞ്ഞ ശേഷം. അപ്പോൾ ആ ഒരു ബൂത്ത് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വിശാലമായിട്ടുള്ള ഒരു ബൂത്താണ്. അത് നമ്മൾക്കിപ്പോൾ ഫോർച്യൂണർ ആയാലും പ്രാഡോ ആയാലും ഇന്നോവ ആയാലും നമ്മളിപ്പോൾ നല്ല കൂടുതൽ ഇന്നോവ ആയാലും നല്ല രീതിയിൽ നമുക്ക് അടിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വലിയ ബൂത്ത് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 18 ട്യൂബോളം നമ്മൾ സൈഡിൽ നിന്ന് കൊടുക്കാവുന്ന രീതിയിൽ കോർണറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ വാട്ടർ ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. എയറിൽ വരുന്ന വെള്ളം ഫിൽറ്റർ ചെയ്യാനുള്ള ഒരു ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. 18 ഇഞ്ചിൻ്റെ ഒരു എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ഞാനിപ്പോൾ ഇതിൽ ട്രയൽ അടിച്ച് നോക്കി നല്ല രീതിയിൽ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട എക്സോസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബൂത്ത് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു ഏരിയ ഇപ്പോൾ നമ്മൾ കച്ചറായിട്ട് കിടക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വൈകിട്ട് ഈ വീഡിയോയിൽ ഞാൻ തന്നെ ഉൾപ്പെടുത്താം. ഇപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടികൾ നമ്മൾക്ക് പണിയാവുന്ന രീതിയിൽ നമ്മളെ വരയ്ക്കലും കാര്യങ്ങൾ അതേപോലെ ഡെൻറ്റി മാർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ആ ഏരിയ ഞാൻ നല്ല കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഗ്യാരേജ് സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഞാൻ ഈ ഒരു ഗ്യാരേജ് നമ്മൾ എങ്ങനെ എടുത്തു അതിനുള്ള വന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്.
അത് ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞു തരാം. നമ്മൾ ഈ ഒരു ഗ്യാരേജ് കിട്ടാനായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 5-6 മാസമായിട്ട് നമ്മൾ അന്വേഷിച്ചടക്കം ഉണ്ടായിരുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു ഗ്യാരേജ് അല്ല, നമ്മൾക്ക് പ്രോപ്പറായിട്ടുള്ള പറ്റിയ സ്ഥലങ്ങൾ അന്വേഷിച്ച് നടന്നിരുന്നു. അപ്പോൾ ഈ ഒരു ഗ്യാരേജ് ഞങ്ങൾ കണ്ടിരുന്നു. പക്ഷേ ഇതൊരു ബസ്സിൻ്റെ വർക്ക്ഷോപ്പായിരുന്നു. അപ്പോൾ ബസ്സിൻ്റെ വർക്ക്ഷോപ്പ് നിർത്തിയപ്പോഴാണ് അവർ റൂം റെൻറ്റിന് കൊടുക്കുന്നുണ്ടെന്നുള്ള രീതിയിലുള്ള ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി നമ്മൾ കോൺടാക്ട് ചെയ്യുകയും കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് നമ്മൾക്ക് ഇത് കിട്ടുകയും ചെയ്തു. 3 phase കണക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഡീലൈറ്റ് എന്ന് പറയുന്ന ഒരു ഗ്യാരേജിൻ്റെ ലൈസൻസും കൂടി ഓൾറെഡി ഈ ഒരു ഗ്യാരേജിനുണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു ഗ്യാരേജ് കിട്ടിയ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോറും കാര്യങ്ങളൊക്കെ ശരിക്കും മണ്ണ് തന്നെയായിരുന്നു. അതേപോലെ കാട് പിടിച്ച രീതിയിലൊക്കെ ആയിരുന്നു സൈഡും കാര്യങ്ങളൊക്കെ. പിന്നെ സൈഡിലെ ഷീറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് തുരുമ്പ് പിടിച്ച അവസ്ഥയിലൊക്കെ ആയിരുന്നു. നമ്മൾ എക്സ്ക്രോസിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തത് നമ്മൾ ഈ ഒരു ഗ്യാരേജിൽ ഇട്ടിട്ടായിരുന്നു. നമ്മൾ അന്നാണ് ആ ഗ്യാരേജിൻ്റെ അഡ്വാൻസ് കൊടുത്തത്. അപ്പോൾ തന്നെ നമ്മൾ എക്സ്ക്രോസ് ഡെലിവറി ചെയ്യുന്ന ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഗ്യാരേജിൽ ഇട്ടിട്ട് എടുത്തിരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഗ്യാരേജ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റത്തെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാരേജിലേക്ക് വെള്ളം എത്തിക്കുക എന്നുള്ള ഒരു പരിപാടി തന്നെയായിരുന്നു. അപ്പോൾ ഗ്യാരേജിലേക്ക് വെള്ളം എത്തിക്കാൻ ഗ്യാരേജിൽ ഓൾറെഡി ഇവിടെ കിണറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കിണർ നമ്മൾ എന്നിട്ട് പറയുക നല്ല കച്ചറയായിരുന്നു. കച്ചറ എന്ന് പറഞ്ഞാൽ ഈ ഇലകളൊക്കെ വീണ് ആകെ പൊട്ട വെള്ളമായിരുന്നു. അതേപോലെ തന്നെ ഗ്ലാസും കാര്യങ്ങൾ ബസ്സിൻ്റെയൊക്കെയാണ് തോന്നുന്നുണ്ട്. ബസ്സിൻ്റെയൊക്കെ ഗ്ലാസും കാര്യങ്ങൾ പൊടിച്ചിട്ട് കൊണ്ടിടുന്നത് ആ കിണറ്റിലായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ടാസ്ക് തന്നെയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഉള്ള ആൾക്കാരെ സമീപിച്ചപ്പോൾ അവർ ക്ലീൻ ചെയ്യാൻ വന്നു. അങ്ങനെ നമ്മൾ കിണർ ഫുള്ളായിട്ട് നമ്മൾ ചെളിയൊക്കെ കോരി ക്ലിയർ ചെയ്തെടുത്ത് വെള്ളത്തിൻ്റെ ആ ഒരു പ്രശ്നം, മോട്ടറും കാര്യങ്ങളും അവരുടെ മോട്ടറും കാര്യങ്ങളൊക്കെ വെച്ച് വെള്ളത്തിൻ്റെ ആ ഒരു പ്രശ്നം നമ്മൾ ഒഴിവാക്കി വെള്ളം ആദ്യം നമ്മൾ സെറ്റ് ചെയ്ത് അതിന് ശേഷമാണ് നമ്മളിവിടെ ഫ്ലോറ് ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്യേണ്ടി വന്നത്. കാരണം മണ്ണാണ്. മണ്ണിൽ നമ്മൾക്ക് ഒരു പെയിൻറ്റിങ്ങിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾക്ക് ഫ്ലോർ എന്തായാലും നീറ്റ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ 3 ഇഞ്ച് കനത്തിൽ ഫുള്ളായിട്ട് നമ്മൾ ഫ്ലോറ് കോൺക്രീറ്റ് ചെയ്ത് മെഷീനൊക്കെ വെച്ച് കോൺക്രീറ്റ് ചെയ്തു. കോൺക്രീറ്റ് ചെയ്യാൻ നല്ല എക്സ്പെൻസ് തന്നെയായി. നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. ഏകദേശം 72,500 സ്ക്വയർ ഫീറ്റ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എത്ര എക്സ്പെൻസ് ആവുന്ന ഏകദേശം അറിയാനായിട്ട് സാധിക്കും. എക്സ്പെൻസ് കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല, എന്നാലും ജസ്റ്റ് ലാസ്റ്റ് പറഞ്ഞുതരാം എത്രയായി ടോട്ടലായി എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഫ്ലോറും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്തു. പിന്നെയുള്ള ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സൈഡുകൾ മറയ്ക്കണം. കാരണം ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കിടക്കുന്ന ഒരു ഗ്യാരേജാണ്. അതേപോലെ തന്നെ ഓഫീസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നമ്മൾക്ക്. അപ്പോൾ ഓഫീസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഇലക്ട്രിസിറ്റിയുടെ ബോർഡ് വെച്ചിട്ടുള്ള രീതിയിലുള്ള ഈ റൂം നമ്മൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റൂമിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കുറ്റിക്കാടുകൾ എന്നൊക്കെ പറയും, ചെറിയ ചെറിയ കൊന്നയുടെയൊക്കെ കുറ്റികളായിരുന്നു. മേലെ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ കുറ്റികൾ കൊന്നകളൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ വെട്ടി ക്ലിയർ ചെയ്ത് കോൺക്രീറ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ ഇന്നറും കോൺക്രീറ്റ് ചെയ്ത് ഈ ഒരു ഡോറായിരുന്നു ബാക്കിൽ ഈ ഒരു ഡോർ ഉണ്ടായിരുന്നു. ആ ഡോർ ഒഴിവാക്കി നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഡോറാക്കി സൈഡിൽ ഒരു ഗ്ലാസ് വെക്കാവുന്ന രീതിയിൽ ഓഫീസ് നമ്മൾ സെറ്റ് ചെയ്തു. ടൈലും കൂടി ഇട്ടു, റൂഫും ചെറിയ രീതിയിൽ റൂഫും ചെയ്തു. അങ്ങനെ നമുക്ക് ഓഫീസ് സെറ്റായി. പിന്നെ ഉള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ ബൂത്ത് പണിയാനുള്ളതായിരുന്നു. അപ്പോൾ ബൂത്ത് നമ്മൾ പുറത്തൊക്കെ അന്വേഷിച്ചപ്പോൾ ഒരുപാട് റൈറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്തായാലും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ബൂത്തിന് വേണ്ടുന്നുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ തന്നെ വണ്ടിയുമൊക്കെ കയറിയൊക്കെ ഇരുന്നാണ് ബൂത്തും കാര്യങ്ങളൊക്കെ അടിച്ച് ക്ലിയർ ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ ബൂത്ത് എന്ന് പറഞ്ഞാൽ 18 ഇഞ്ചിൻ്റെ എക്സോസ്റ്റാണ് വരുന്നത്. അതേപോലെ തന്നെ 18 ട്യൂബ് ലൈറ്റ്, 40-ന് 18 ട്യൂബ് ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ലൈറ്റിങ് കാര്യങ്ങളും അതേപോലെ തന്നെ എക്സോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഇൻടേക്കിന് ഒരു ഫിൽറ്ററും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ശരിക്കും പറഞ്ഞാൽ ബൂത്തിൻ്റെ ആ ഒരു പ്രൊസീജിയറിൽ തന്നെയാണ് നമ്മൾ ആ ഒരു ബൂത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും നമ്മൾ ഫുള്ളായിട്ടുള്ള വർക്ക് നമ്മൾ തീർത്തു. പിന്നെ ടൂൾസ് വാങ്ങാന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ ടൂൾസ് വാങ്ങാനായിട്ട് ഞങ്ങൾ ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ ടൂൾസിന് വില കുറവും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ചില ഏരിയകളിൽ ഇപ്പോൾ നമ്മൾ കംപ്രസറും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകണമെങ്കിൽ ആ കംപ്രസറിൻ്റെയും കാര്യങ്ങളിലൊക്കെ ഹോൾസെയിലായിട്ടുള്ള ഡീലേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഹോൾസെയിൽ റേറ്റിന് കംപ്രസറും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഓൾറെഡി നമ്മൾ മുന്നത്തെ ഗ്യാരേജിന് പർച്ചേസ് ചെയ്ത മാതിരി തന്നെ കോയമ്പത്തൂർ പോയി അവിടെ റൂം എടുത്ത് താമസിച്ച് കംപ്രസറും കാര്യങ്ങളും ഏകദേശം നമ്മൾ ഇവിടെ ഒരു 40 രൂപയുടെ അടുത്ത് വരുന്ന കംപ്രസർ നമുക്ക് അവിടെ 26,500 രൂപയ്ക്ക് നമുക്ക് കംപ്രസർ കിട്ടി. അത് അവർ കൊറിയർ ചെയ്തു. അതേപോലെ ഒരുപാട് ടൂൾസ് നിങ്ങളായാലും ടൂൾസ് എടുക്കാൻ പോകുമ്പോൾ റീറ്റെയിൽ ഷോപ്പിൽ കയറേക്കാൾ നല്ല ഹോൾസെയിലായിട്ടുള്ള ഷോപ്പുകൾ ഉണ്ടാവും. അത് ശ്രദ്ധിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൂൾസും വില കുറവിന് കിട്ടും. അതുപോലെ തന്നെ എക്സോസ്റ്റ് ഫാനും കാര്യങ്ങളൊക്കെ വില കുറവിന് കിട്ടും. എന്നിട്ട് ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ട്രിക് ഷോപ്പ് ഉണ്ട്.
അവിടെ നിന്ന് എക്സോസ്റ്റ് ഫാനും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ അപേക്ഷിച്ചിട്ട് 14,000 രൂപ കുറവിനൊക്കെ നമുക്ക് എക്സോസ്റ്റ് ഫാനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ടൂൾസും കാര്യങ്ങളും ഫുള്ള് നമ്മളെല്ലാ ടൂൾസൊക്കെ ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ നിങ്ങൾ അടുത്ത് കാണിച്ചു തരാം. ഗണ്ണും കാര്യങ്ങളൊക്കെ 8,000 രൂപയുടെ ഗണ്ണും കാര്യങ്ങളൊക്കെ വാങ്ങി, അതായത് നല്ല തന്നെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലുള്ള ഗണ്ണും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തു കിട്ടാം. അപ്പോൾ അങ്ങനെ പർച്ചേസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾക്ക് ഫ്ലോറ് പെയിൻറ്റിങ് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കട്ടയൊക്കെ ഉണ്ടല്ലോ, നമ്മളെ വീടിൻ്റെ പുറത്തൊക്കെ ഇരിക്കുന്ന കട്ടയമ്മ പെയിൻ്റ് അടിക്കുന്ന ഫ്ലോർ കോട്ട് ഇൻഡിഗോൻ്റെ ഒക്കെ പരസ്യം കണ്ടിരിക്കും. ഫ്ലോർ കോട്ട് നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ ആ ഫ്ലോർ കോട്ട് നമ്മൾ ഒരു 10 ലിറ്റർ വാങ്ങിയിട്ട് ഫ്ലോർ നമ്മൾ പെയിൻറ്റ് ചെയ്തു. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന കുറച്ച് ഏരിയ നമ്മൾ പെയിൻറ്റിങ് ചെയ്യാനുണ്ട്. അത് വേറെ ഒന്നുമല്ല, അവിടെ നമ്മൾക്ക് പരിക്കിനിടാനായിട്ടുണ്ട്, എന്നിട്ട് പ്ലാസ്റ്റിങ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു പെയിൻറ്റ് കാര്യങ്ങളൊക്കെ അടികൂട്ടാം. ഓക്കെ, അപ്പം അങ്ങനെ നമ്മളുടെ ഫൈനലി നമ്മളുടെ വെഞ്ചിരിപ്പ് നാളെയാണ്. ഇപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, നാളെ ഞങ്ങളുടെ ഈ ഒരു ഗ്യാരേജിൻ്റെ വെഞ്ചിരിപ്പാണ്, ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛന്മാർ വന്നിട്ടാണ് വെഞ്ചിരിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങും. നിലവിൽ 4 വണ്ടി നമ്മൾ ഈ ഒരു ഗ്യാരേജിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ആക്സിഡൻ്റ് ആയിട്ടുള്ള വണ്ടി, 2 ഇന്നോവ, പിന്നെ ഒരു എത്തിയോസ് എന്നുള്ള രീതിയിൽ ഓൾറെഡി 4 വണ്ടി ഇവിടെ ഈ ഒരു ഗ്യാരേജിൽ വർക്കിന് വേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഗ്യാരേജിൽ ഫുള്ളായിട്ടുള്ള പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെയാണ് ഫുള്ള് ഫോക്കസ് ചെയ്യുന്നത്. റീസ്റ്റോറേഷൻ കാര്യങ്ങളും പാച്ച് വർക്കും കാര്യങ്ങളെല്ലാം ഈ ഒരു ഗ്യാരേജിൽ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഗ്യാരേജും ഉണ്ട്, അതേപോലെ കരുപ്പടനത്തിലെ ഗ്യാരേജും ഉണ്ട്, ഇവിടുത്തെ ഗ്യാരേജുണ്ട്. കരുപ്പടന ഗ്യാരേജ് ഓൾറെഡി ഓണാണ്, ഏകദേശം 12 വർക്കേഴ്സൊക്കെ ഉള്ള ഗ്യാരേജാണ്. അതേപോലെ ബൂത്തും കാര്യങ്ങളൊക്കെ ഈ ഒരു കണ്ടീഷൻ തന്നെ അവിടെയും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയും വർക്കും ഇവിടെയും വർക്കായിട്ട് നമ്മൾക്ക് ഡിലേ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. ഓക്കെ, ഞാനും അനിയനും കൂടിയാണ് നമ്മൾ ഈ ഒരു ഗ്യാരേജ് നടത്തുന്നത്. അനിയൻ്റെ പേര് ജിസ്വിൻ തോമസ് എന്നാണ്. അപ്പോൾ അവനായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ സ്റ്റുഡിയോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം തുടങ്ങിയിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയെടുത്തത് അവനാണ്. അതേപോലെ തന്നെ മുന്നേ ഞങ്ങൾ സ്റ്റാർട്ടിങ് ടൈമിൽ ഞാനും അനിയനായിരുന്നു ഫസ്റ്റ് ഗ്യാരേജ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീടാണ് അവൻ്റേതായ രീതിയിൽ സെപ്പറേറ്റ് ആയത്. പിന്നെ അതിന് ശേഷം വീണ്ടും ഞങ്ങൾ ഒന്നിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അവൻ ഓൾറെഡി ടെക്നീഷ്യനാണ്. അതേപോലെ തന്നെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരുപാട് വണ്ടികൾ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് പോയ പോളോൻ്റെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിരിക്കുക, അത് പെയിൻറ്റ് ചെയ്ത അവനാണ്. അതേപോലെ ഒരുപാട് ഇന്നോവകളും കാര്യങ്ങളൊക്കെ അവനും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾ തന്നെയാണ്. പിന്നെ നമ്മൾ ചാനൽ വഴി തന്നെയാണ് ഇവിടെ വണ്ടികളും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇവിടുത്തെ വർക്കും കാര്യങ്ങളും ഇപ്പോൾ 4 വണ്ടി വന്നിട്ടുണ്ടല്ലോ, 4 വണ്ടിയുടെ ഇത് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ അപ്ഡേറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഇടുന്നതാണ്. പിന്നെ ടൂൾസ് പരിചയപ്പെടുത്തിയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ടൂൾസ് പരിചയപ്പെടുത്തിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. ഓക്കെ, അപ്പോൾ നാളെ വെഞ്ചിരിപ്പിൻ്റെ വീഡിയോസും ടൂൾസ് പരിചയപ്പെടുത്തിയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ വരുന്നതാണ്. കുറച്ച് ടൈം എടുത്ത് ഞാൻ ഇപ്പോൾ വീഡിയോ ഇടാനായിട്ട്, വേറെ ഒന്നല്ല, ഇതിൻ്റെ വർക്കിലായിരുന്നു. ഇതിൻ്റെ ഫ്ലോറും കാര്യങ്ങളൊക്കെ കോൺക്രീറ്റും കാര്യങ്ങളും ചെയ്തതിന് ശേഷം സൈഡ് മറക്കലും കാര്യങ്ങളും അതേപോലെ ബൂത്ത് പണിതൊക്കെ ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ലൈറ്റ് ഇപ്പോൾ നിങ്ങൾ റൂഫിൽ കാണുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് നമ്മളെ മെൽവിന്ന് പറഞ്ഞിട്ടുള്ള അനിയൻ ജിബു ഒക്കെ കൂടിയാണ്. അപ്പോൾ അവരൊക്കെ കൂടി എല്ലാവരും കൂടി ഒരു ടീം വർക്ക്, ഞാൻ ഇവിടെ സൈഡിൽ ചെയ്തിട്ടുണ്ട്, ടീം വർക്കുമായി തന്നെയാണ് നമ്മൾ ഈ ഒരു ഗ്യാരേജ് ഈ ഒരു രീതിയിലേക്ക് ആക്കി മാറ്റിയത്. കാരണം നിങ്ങൾ ആ എക്സ്പ്രോസിൻ്റെ വീഡിയോയിൽ കണ്ട ആ ഗ്യാരേജ് തന്നെയാണ് ഈ ഒരു ഗ്യാരേജ്. ആ ഗ്യാരേജിനെ നമ്മൾ ഈ ഒരു ഗ്യാരേജ് ആക്കി റീസ്റ്റോർ ചെയ്തെടുത്തു എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ തുടർന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടുത്തെ വർക്കും കാര്യങ്ങളും വീഡിയോസും വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് എല്ലാ ആഴ്ചയിലും ഇടാവുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ്. കാരണം കുറച്ച് നാളായിട്ട് വീഡിയോസ് കുറച്ച് ഡിലേ വന്നിരുന്നു. അത് ഇതിൻ്റെ തിക്കും തിരക്കും ആയതുകൊണ്ടായിരുന്നു കേട്ടോ, ഒന്നും വിചാരിക്കരുത്. പിന്നെ ഞാൻ കറക്റ്റായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടോളാം. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ അങ്ങനെ നാളെ നമ്മുടെ വെഞ്ചിരിപ്പാണ്. അപ്പോൾ ഞാൻ നോർമലായിട്ട് സംസാരിക്കാം. അവിടെ പിള്ളേരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നാളെ വെഞ്ചിരിപ്പായതുകൊണ്ട് അതിൻ്റെ ലാസ്റ്റത്തെ വർക്കും കാര്യങ്ങളൊക്കെയാണ്. നമ്മളുടെ ടീ ഷോപ്പ് ഇത് കംപ്രസർ ഇതാണ് 200 PSIയുടെ വലിയൊരു കംപ്രസർ തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ പോളിഷ് ചെയ്യാനായിട്ട് ഫ്ലോറും കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലൊക്കെ സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പോളിഷ് മെഷീൻ കാര്യങ്ങളും നമ്മുടെ ടൂൾസ് ഞാൻ അടുത്തിട്ട് കാണിക്കാം. ഇവിടുത്തെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ 3 ടണ്ണിൻ്റെ 4 സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ട്. ലൈറ്റ് ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരാം.
ഈ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഇവിടുത്തെ പിള്ളേരുണ്ടോ ഇവിടെ ലൈറ്റ് ഇവിടെ ലൈറ്റ് അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ കച്ചറയിൽ കിടക്കായിരുന്നു നേരത്തെ അപ്പോൾ ആ ഏരിയ അതെ ഇങ്ങനെ ഇവിടെ സെറ്റാക്കി വയസ്സും കാര്യങ്ങളും അതേപോലെ തന്നെ ടൂൾസും കാര്യങ്ങളും അത്യാവശ്യം വേണ്ട ടൂൾസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ സെറ്റാക്കി. ഓ അതേപോലെ തന്നെ നമ്മുടെ ബൂത്ത് ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് നമ്മുടെ ആര്യനെ ഇവിടെ നമ്മൾ കയറ്റിയിട്ടുണ്ട്. ആര്യനെ നമ്മളിവിടെ കയറ്റി സെക്ഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം അതെങ്ങനെയാണ് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി വഴി അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. കണ്ട എത്ര സ്പേസ് ഉണ്ട്. ഈ ആര്യ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള വണ്ടി തന്നെയാണ്. അത് കയറിയിട്ട് നമുക്ക് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പുറമേന്ന് എന്ന് പറഞ്ഞാൽ ഇത് മാള അതായത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ പുത്തഞ്ചിറ എന്നാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ പേര്. ആ പുത്തഞ്ചിറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ നിന്ന് കോഴിക്കോട് നിന്നൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ആ ഏരിയയിൽ നിന്ന് വരാം. കോട്ടയം ഭാഗത്തുനിന്നൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഈ ഏരിയയിൽ നിന്ന്. അതായത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് മാളയ്ക്ക് പോണ വഴിയാണിത്. ഇരിഞ്ഞാലക്കുട ഭാഗത്ത് നിന്ന് മാളയ്ക്ക് പോണ റൂട്ടിൽ പുത്തഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു ഗ്യാരേജ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, പിന്നെ ഫൈനലായിട്ട് കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ വീർപ്പിക്കണം. അതേപോലെ തന്നെ ചെറിയ സ്റ്റാൻഡും കാര്യങ്ങൾ പെയിൻറ്റ് വയ്ക്കാൻ ബമ്പറൊക്കെ വെച്ചടിക്കാനുള്ള സ്റ്റാൻഡും കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, തുടർന്നും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ഏകദേശം 1 ലക്ഷം ആവാൻ നിൽക്കുന്നുണ്ട് ചാനൽ. അപ്പോൾ 1 ലക്ഷം ആവാനായിട്ട് സന്തോഷം, പുതിയ ഗ്യാരേജിൻ്റെ സന്തോഷം. അതേപോലെ വർക്കും കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.